സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. അമേരിക്കയിലേക്കുള്ള ഇന്ത്യക്കാരുടെ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ ഇവർ പോകുന്ന റൂട്ടിനെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അനധികൃത കുടിയേറ്റം നടത്തുന്ന ആളുകളൊക്കെ പൊതുവെ വിദ്യാഭ്യാസം കുറഞ്ഞവരാണെന്ന് നമുക്ക് ഊഹിക്കാം. അമേരിക്കയിലേക്ക് മുൻവാതിലിലൂടെ പ്രവേശിക്കുവാനായി ധാരാളം വഴികളുണ്ട്. ഞാൻ ഇന്നലെയും അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വിസ കിട്ടും, ജോലി ചെയ്യാൻ വേണ്ടി വിസ കിട്ടും, പ്രൊഫഷണൽസിന് വിസ കിട്ടും. അങ്ങനെ പലതരത്തിൽ അമേരിക്കൻ വിസ നേടി നോർമലായിട്ട് കടന്നു പോകാനായി ധാരാളം വഴികളുണ്ട്. അപ്പോൾ ഈ വഴികളിലൂടെ ഒന്നും കടക്കാതെ അവിടെ ഡിമാൻഡുള്ള അല്ലെങ്കിൽ അവിടെ ഒരു വിസ കൊടുക്കാൻ തയ്യാറുള്ള മേഖലകളിലേക്കൊന്നും പ്രവേശിക്കാൻ തയ്യാറാവാതെ വെറുതെ ഒരാളെന്ന നിലയ്ക്ക് അവിടേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഇങ്ങനെ പിൻവാതിലിലൂടെ കടന്നു കയറുവാൻ ശ്രമിക്കുന്നത്. അവരെ അനധികൃത കുടിയേറ്റം എന്ന് പറയും, നുഴഞ്ഞു കയറ്റമെന്ന് വേണമെങ്കിലും പറയാം. കാരണം അതിർത്തിയിലൂടെ പോയിട്ട് അതിർത്തി പോലീസിനെ വെട്ടിച്ച് നുഴഞ്ഞു കയറുന്ന പരിപാടിയാണിത്. അമേരിക്ക എന്ന് പറയുന്നത് നമ്മുടെ അയൽരാജ്യമൊന്നുമല്ല, 10-12,000 കിലോമീറ്റർ അകലെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ TDS ആയിട്ടുള്ള സംഗതിയാണ്. നോർമലായിട്ട് വിമാനത്തിലൊന്നും വിസ പോലത്തെ രേഖകളില്ലാത്ത ആർക്കും അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പോകുന്നത് പിൻവാതിലിലൂടെയാണ്. ആ പിൻവാതിലിലൂടെ ഇവർ പോകുന്ന വഴിക്ക് പൊതുവെ ഒരു നിക്നെയിം ഉണ്ട്. അത് ഡോഗി റൂട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. വാസ്തവത്തിൽ ഒരു പഞ്ചാബി വാക്കിൽ നിന്നുണ്ടായ ഡങ്കി എന്നുള്ളൊരു വാക്കിൽ നിന്നാണ് വരുന്നത്. ഡങ്കി എന്ന് പറഞ്ഞാൽ സ്മോൾ എന്നൊരർത്ഥമുണ്ട്. കൂടാതെ ചാടിക്കിടക്കുക, കങ്കാരു ഒക്കെ ചാടുന്നത് പോലെ ചാടുക എന്നുള്ളൊരു അർത്ഥവും ഇതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് ചാടി വേറൊരു രാജ്യത്തേക്ക് കിടന്ന്, അവിടുന്ന് ചാടി വേറൊരു രാജ്യത്തേക്ക് കിടന്ന്, അവിടുന്ന് ചാടി വേറൊരു രാജ്യത്തേക്ക് കിടന്ന്, അങ്ങനെ അവസാനം ഫൈനൽ ഡെസ്റ്റിനേഷനായ US എത്തുന്ന ഈ പ്രോസസ്സിൻ്റെ പേരാണ് ഡങ്കി അഥവാ ഡോങ്കി റൂട്ട് എന്ന് പറയുന്നത്. ഡങ്കി എന്നുള്ള ഷാരൂഖ് ഖാൻ്റെ ഒരു പ്രശസ്തമായ സിനിമയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തുള്ള സിനിമയാണ്. അതായത് ഒരു പഞ്ചാബി ബോയ് ഈ അമേരിക്കയിലേക്ക് കടന്നു പോകുന്ന കഥയാണ് ആ സിനിമ പറയുന്നത്. ഈ റൂട്ടിൻ്റെ എല്ലാത്തരം റിസ്കുകളും ആ സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. സാധാരണ ഇവിടുന്ന് ഡങ്കി റൂട്ട് ആരംഭിക്കും. ഇതൊന്നും ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ അബദ്ധത്തിൽ പൊടി ചാടുന്നൊന്നുമല്ല. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ റൂട്ട് ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. ഇതിന് ധാരാളം ഏജൻസ് ഉണ്ട്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. എത്രയോ വർഷങ്ങളായിട്ട് പണ്ട് നമ്മളുടെ ആളുകൾ ഇവിടുന്ന് ഉരുവിൽ കയറി ദുബായിലേക്ക് പോയിരുന്നത് പോലെ, നമ്മൾ നാടോടിക്കാരുടെ സിനിമയിലൊക്കെ കണ്ടതുപോലെ യാത്രാരേഖകളില്ലാതെ അന്ന് ഗൾഫിലേക്ക് കടക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ യാത്രാരേഖകളില്ലാതെ അമേരിക്കയിലേക്ക് കടക്കുന്ന രീതികൾ അത് ഇന്ത്യയിലെ പ്രധാനമായും 3 സ്റ്റേറ്റിൽ നിന്നാണ് ഇത് കൂടുതലായുള്ളത്. ഏറ്റവും കൂടുതലുള്ളത് ഹരിയാനയിൽ നിന്നാണ്, രണ്ടാമതുള്ളത് പഞ്ചാബിൽ നിന്നാണ്, മൂന്നാമതുള്ളത് ഗുജറാത്തിൽ നിന്നാണ്. ഹരിയാനയെ സംബന്ധിച്ച് വലിയൊരു ക്രൈസാണ്. അവിടെ ഒരു ആൺകുട്ടികളും 10ാം ക്ലാസ് കഴിഞ്ഞാൽ പഠിക്കാൻ തയ്യാറല്ല. അവർക്ക് അമേരിക്കയിൽ പോകണം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ അമേരിക്കയിൽ പോകും. കൂടുതൽ പഠിക്കാൻ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ പഠിക്കത്തില്ല. ഞങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മാനുവൽ ലേബർ ചെയ്യാൻ തയ്യാറാണ്. അമേരിക്കയിൽ പോയിട്ട് മാനുവൽ ലേബർ ചെയ്താൽ ഒരു മാസം 3 മുതൽ 4 ലക്ഷം രൂപ വരെ മീതി ഉണ്ടാക്കാൻ സാധിക്കും. ഭക്ഷണവും പാർപ്പിടവും എല്ലാം കഴിഞ്ഞ് മീതി ഉണ്ടാക്കാൻ സാധിക്കും. ഇവരുടെ പലരുടെയും ബന്ധുക്കൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ കടന്നുപോയിട്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ രാജ്യത്തേക്ക് അമേരിക്കയിലേക്ക് കടക്കണം എന്ന ഒറ്റ വിചാരത്തിൽ നടക്കുന്ന ആളുകളാണ് മിക്കവാറും. ഹരിയാന ഗ്രാമങ്ങളിൽ ഒരു 20-നും 50-നും വയസ്സുള്ള പ്രായം, ആ പ്രായത്തിനിടയിൽ കൂടെ ആരും തന്നെ ഇല്ലത്രേ. എല്ലാവരും US എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ യൂറോപ്പിലെത്തിയിരിക്കുന്നു. പഞ്ചാബിലെ സംബന്ധിച്ചാണെങ്കിലും ഇത് തന്നെയാണ് സ്ഥിതി. പക്ഷേ അവിടെ കൂടുതൽ ആളുകൾ കാനഡയ്ക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഈ US പോകുന്ന ഡങ്കി റൂട്ട് ഇത് ആരും അബദ്ധത്തിലല്ല, ഇതിന് ഏജൻസ് ഉണ്ട്, ഇത് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസ് ഉണ്ട്. ഈ ഹരിയാനയിലും പഞ്ചാബിലും ഗുജറാത്തിലൊക്കെ എമ്പാടും ധാരാളം ബോർഡുകൾ ഇങ്ങനെയുള്ള ആളുകളെ കടത്തിക്കൊണ്ട് പോകുന്നതിനെ സംബന്ധിച്ച്, അതിനാവശ്യമായ മിനിമം ഇംഗ്ലീഷ് ട്രെയിനിങ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള ധാരാളം ബോർഡുകൾ റോഡിൻ്റെ വക്കുകളിലും ബസ്സുകളിലും ഒക്കെ കാണാം, പരസ്യ ബോർഡുകൾ. അതിൽ നിയമപരമായിട്ട് കടത്തി കൊടുക്കുന്ന ഏജൻസികളുണ്ട്. ഭൂരിഭാഗവും ഇല്ലീഗൽ ട്രാക്കിലൂടെ ആളുകളെ കടത്തുന്ന അല്ലെങ്കിൽ മനുഷ്യ കടത്തുന്ന ഏജൻസികളാണ്. അപ്പം ഇത്തരം ഏജൻസികൾ സാധാരണ ഈ ഒരു യാത്രയ്ക്ക് ചാർജ് ചെയ്യുന്നത് മിനിമം 45 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ പൈസ സാധാരണ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുന്ന ഇവരെല്ലാവരും കൃഷിക്കാരാണ്, കാർഷിക മേഖലയിൽ നിന്നുള്ളവരാണ്, പൊതുവെ വില്ലേജേഴ്സാണ്, നല്ല ആരോഗ്യമുള്ള മനുഷ്യരാണ്. അപ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞ് ഒരുത്തർ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് അവരുടെ ഷെയർ വാങ്ങി, ഭൂമി വാങ്ങി, അതെല്ലാം കൂടെ വിറ്റ് പൊതിഞ്ഞ് കെട്ടിയാണ് ഇവർ ഈ യാത്രയ്ക്ക് ഒരുങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഏജന്റിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അയാൾ ആ യാത്രയുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ ഏകദേശം പറഞ്ഞു കൊടുക്കും, ട്രെയിനിങ് കൊടുക്കും, ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല ഫിറ്റ്നസ്സിലേക്ക് എത്തിപ്പിക്കും. വളരെ ബുദ്ധിമുട്ട് പിടിച്ച യാത്രയാണെന്നുള്ളതിനെ സംബന്ധിച്ച് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കും. എല്ലാ ഡിഫിക്കൽട്ടീസും പറഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇവർ തിരിച്ചു വന്നവരെ ഞങ്ങൾ അറിയാതെ പോയതെന്നൊക്കെ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ്. അങ്ങനെ അറിയാതെ പോയതൊന്നുമില്ല, അറിഞ്ഞുകൊണ്ട് തന്നെ പോയതാണ്. അപ്പോൾ ഇതിന് ട്രാക്ക് ആരംഭിക്കുന്നത് ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ അമൃത്സറിൽ നിന്ന് നേരെ ദുബായിലെത്തിക്കുന്നു. ദുബായിൽ നിന്ന് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് വഴി ഏതെങ്കിലും ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ എത്തിക്കുന്നു. നമുക്ക് അമേരിക്കയെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകുന്നതാണ്. അമേരിക്ക 2 ഭൂഖണ്ഡങ്ങൾ ചേർന്നതാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും.
അങ്ങനെ തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും തമ്മിൽ ഒരു വാല് കൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വാലിൽ കുറെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ തെക്കേ അമേരിക്കയിൽ നിന്ന് വടക്കേ അമേരിക്കയിൽ കൂടെ ആ കുഞ്ഞു വാല് ക്രോസ് ചെയ്താലാണ് വടക്കേ അമേരിക്കയിൽ എത്താൻ പറ്റുക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയുള്ള രാജ്യമാണ്. വടക്കേ അമേരിക്ക തുടങ്ങുന്നത്, വടക്കേ അമേരിക്കൻ കോണ്ടിനെന്റ് തുടങ്ങുന്നത് മെക്സിക്കോയാണ്. ഒന്നാമത്തെ രാജ്യം മെക്സിക്കോയാണ്. മെക്സിക്കോ കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പിന്നെ കാനഡ. അപ്പോൾ വടക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കോണ്ടിനെന്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭൂഖണ്ഡം എന്ന് പറയുന്ന ആ ഭാഗം, അങ്ങ് ഗ്രീൻലാൻഡ് വരെ ഭൂഖണ്ഡം കിടപ്പുണ്ട്. ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കയുടെ ഭാഗമാണ്. പക്ഷേ നമ്മൾ വടക്കേ അമേരിക്ക എന്ന് പറഞ്ഞ് കാണുന്ന ആ സ്ട്രക്ചറിനകത്ത് 3 രാജ്യങ്ങളേ ഉള്ളൂ. അത് ഏറ്റവും മേലെ കാനഡ, അതിൻ്റെ താഴെ US, ഏറ്റവും താഴെയായിട്ട് മെക്സിക്കോ. അപ്പം സൗത്ത് അമേരിക്കയിൽ നിന്ന് നമ്മൾ പോവുകയാണെങ്കിൽ ഈ സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വാലിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ എത്തുന്നത് മെക്സിക്കോയിലാണ്. മെക്സിക്കോയിൽ നിന്നാണ് പിന്നെ US ക്രോസ് ചെയ്യേണ്ടത്. ഇനി സൗത്ത് അമേരിക്കയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ സൗത്ത് അമേരിക്കയുടെ ഏറ്റവും മുകൾഭാഗത്തുള്ള രാജ്യം കൊളംബിയയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊളംബിയയിൽ നിന്നാണ് ഈ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കൊളംബിയയിൽ നിന്ന് ഈ സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വാലിലൂടെ സഞ്ചരിച്ച് മെക്സിക്കോയിലെത്തി മെക്സിക്കോ ബോർഡർ ക്രോസ് ചെയ്തിട്ടാണ് അമേരിക്കയിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ആളുകളുടെ ഡെസ്റ്റിനേഷൻ ലാറ്റിൻ അമേരിക്കയിലെ അഥവാ തെക്കേ അമേരിക്കയിലെ കൊളംബിയ എന്ന് പറയുന്ന രാജ്യമാണ്. ലാറ്റിൻ അമേരിക്കയിലെ മിക്കവാറും രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് ടൂറിസ്റ്റ് വിസ കിട്ടും. ഇന്ത്യക്കാർ അവിടെ ചെന്നിട്ട് അപ്ലൈ ചെയ്താൽ മതി, അവർക്ക് ടൂറിസ്റ്റ് വിസ കിട്ടും. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ വിസ ഉണ്ടെങ്കിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സൗകര്യം കണക്കിലെടുത്ത് കൊളംബിയയിൽ കുറച്ച് ചെക്കിംഗ് അധികമായതുകൊണ്ട് പലപ്പോഴും കൊളംബിയയല്ല അവർ പോയി ഇറങ്ങുന്ന ഡെസ്റ്റിനേഷൻ. പലപ്പോഴും പോയി ഇറങ്ങുന്നത് ഇക്വഡോർ, ബൊളീവിയ, ഗയാന, ബ്രസീൽ, പെറു, വെനിസ്വേല, ഇതിലേതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ടാണ് ഇറങ്ങുക. ഈ രാജ്യങ്ങളൊക്കെ തമ്മിൽ വലിയ അകലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇക്വഡോർ, ബൊളീവിയ, ഗയാന, ബ്രസീൽ, പെറു ഓർ വെനിസ്വേല, ഇതിലേതെങ്കിലും രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ പ്ലെയിൻ യാത്ര അവസാനിച്ചു. പിന്നെ പ്ലെയിനിൽ യാത്രയില്ല. അപ്പോൾ ദുബായിൽ നിന്ന് ഒറ്റ ഫ്ലൈറ്റ് ഇതിലേതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് ഇറങ്ങും. അവിടുന്ന് പിന്നെ ബസ്സിലും ടാക്സിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇവിടെ യാത്രാ രേഖകളില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും രാജ്യത്ത് വിസ റെസ്ട്രിക്ഷൻ ഉണ്ട് എങ്കിൽ പിന്നെ ബോർഡറുകൾ നടന്ന് ക്രോസ് ചെയ്യണം. അപ്പം രാജ്യങ്ങളുടെ ബോർഡേഴ്സ് നടന്നിട്ടാണ് ക്രോസ് ചെയ്യുക. അതിനൊക്കെ ഏജൻസ് ഉണ്ട്. ഓരോ രാജ്യത്തും ഓരോ ഏജൻസാണ്. ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് കയറ്റി വിടുന്ന ഒരുത്തൻ, അവനാണ് ഈ പൈസ മുഴുവൻ കളക്ട് ചെയ്യുന്നത്. പൈസ മൊത്തം കളക്ട് ചെയ്യും. ഇവൻ കളക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഏജൻസിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതും ഇവൻ്റെ ജോലിയാണ്. ഓരോ രാജ്യത്തും ഓരോ ഏജൻസ് ഉണ്ട്. ആ രാജ്യത്ത് വേണ്ട സൗകര്യങ്ങൾ അവർ ഫെസിലിറ്റേറ്റ് ചെയ്യും. സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നടന്നു പോകാനുള്ള സൗകര്യം, ബസ്സേ കയറാനുള്ള സൗകര്യം, അല്ലെങ്കിൽ ഒരു ടാക്സിക്കകത്ത് 25 വരെ കുത്തിക്കയറി കൊണ്ടുപോകുന്ന സൗകര്യം, നടന്ന് ബോർഡർ ക്രോസ് ചെയ്യുന്ന സൗകര്യം, ഒരാൾക്ക് താമസിക്കാൻ സൗകര്യമുള്ള മുറിയിൽ 15 പേരെ താമസിപ്പിക്കുന്ന സൗകര്യം, ഇത്തരം സൗകര്യങ്ങളെക്കുറിച്ചായി പറയുന്നത്. ഒരു ദിവസം ഒരു ബിസ്ക്കറ്റ് മാത്രം കിട്ടുന്ന ദിവസങ്ങളുണ്ടെന്നാണ് യാത്ര പോയ പലരും പറഞ്ഞത്. ഒരു ഗ്ലാസ് വെള്ളം മാത്രം കിട്ടിയ ദിവസമുണ്ടെന്നാണ് യാത്ര പോയ പലരും പറഞ്ഞത്. ഇതുകൊണ്ടൊന്നും ആരും ഈ യാത്ര വേണ്ടെന്ന് വെക്കുന്നില്ല. കാരണം അമേരിക്ക ഇവരെ സംബന്ധിച്ച് അത്രത്തോളം വലിയൊരു ഡ്രീം ലാൻഡാണ്. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ മെക്കനാസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. സ്വർണ്ണം അന്വേഷിച്ച ആളുകൾ ഇങ്ങനെ പോകുന്നത്. അപ്പം സ്വർണം കിട്ടുമല്ലോ. അപ്പോൾ എത്ര സ്ട്രെയിൻ എടുത്താലും ഈ സ്വർണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മരണം പോലും പ്രശ്നമല്ല, മരിച്ചു പോയാൽ പോട്ടെ, കിട്ടിയ സ്വർണ്ണമല്ലേ, പോയാലൊരു മരണമല്ലേ എന്ന മട്ടിൽ പോകുന്ന ഒരു രീതി. അതുപോലെയാണ് ഈ അമേരിക്കൻ മൈഗ്രേഷനെ സംബന്ധിച്ച് ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്ന് പോകുന്ന ആളുകൾ അവർ മരിക്കാൻ പോലും തയ്യാറാണ്, ഈ പൈസ മുടക്കാനും തയ്യാറാണ്. അവരിങ്ങനെ ഈ രാജ്യങ്ങളുടെ ബോർഡേഴ്സൊക്കെ ക്രോസ് ചെയ്ത് അവസാനം കൊളംബിയയിലെത്തുന്നു. കൊളംബിയയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ കടക്കേണ്ടത് പനാമയിലേക്കാണ്. ഈ വാലിൽ ഈ അമേരിക്കയും 2 അമേരിക്കൻ കോണ്ടിനെന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന വാലിലുള്ള രാജ്യങ്ങളുണ്ട്. ആ വാലിലുള്ള രാജ്യങ്ങൾ തുടങ്ങുന്നത് പനാമയാണ്. ഒന്നാമത്തത് പനാമയാണ്, രണ്ടാമത്തത് കോസ്റ്റാറിക്കയാണ്, മൂന്നാമത്തത് നിക്കരാഗ്വയാണ്. അത് കഴിഞ്ഞാൽ ഹോണ്ടുറാസ് എന്ന് പറഞ്ഞ രാജ്യം വരും. അത് കഴിഞ്ഞാൽ എൽ സാൽവഡോർ വരും. അത് കഴിഞ്ഞാൽ ഗ്വാട്ടിമാല വരും. ഗ്വാട്ടിമാല കഴിഞ്ഞാൽ മെക്സിക്കോ വരും. അപ്പോൾ ഗ്വാട്ടിമാലയും കടന്നാലാണ് മെക്സിക്കോയിലേക്ക് നമ്മൾ എത്തുന്നത്, നോർത്ത് അമേരിക്കയിലേക്ക് എത്തുന്നത്. ബാക്കിയുള്ളത് മുഴുവൻ ഈ സെൻട്രൽ അമേരിക്ക എന്ന് പറയുന്ന ഈ വാലയിലൊക്കെ കിടക്കുന്ന രാജ്യങ്ങളെ, കുഞ്ഞു കുഞ്ഞു തീരെ വീതിയില്ലാത്ത പ്രദേശമാണ്. നമ്മുടെ ഭൂപടമൊക്കെ കണ്ടത് ഓർക്കുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു. ഈ രണ്ട് കോണ്ടിനെന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വാലാണ്. അപ്പം പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കൊളംബിയയും പനാമയും തമ്മിലുള്ള ആ ജംഗ്ഷനാണ്. ആ കൊളംബിയയും പനാമയും തമ്മിൽ ചേരുക. കൊളംബിയ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയുടെ മുകളിലുള്ള മെയിൻലാൻഡിലുള്ള ഏറ്റവും വലിയ ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് എത്തുക എന്നുള്ളതാണ്. ആ രാജ്യത്ത് നിന്നാണ് പിന്നീട് സെൻട്രൽ അമേരിക്ക എന്ന് പറയുന്നത് ഈ വാലയിലേക്ക് കയറുന്നത്. ഈ വാലയിലേക്ക് കയറുമ്പോൾ ആദ്യത്തെ രാജ്യം പനാമയാണ്. കൊളംബിയയിൽ നിന്നും പനാമയിലേക്ക് കടക്കുവാൻ വേണ്ടിയുള്ള ഒരു വനപ്രദേശമുണ്ട്. ആ വനപ്രദേശത്തിന് പേര് ഡാരിയൻ ഗ്യാപ്പ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും കുപ്രശസ്തമായ ഒരു വനപ്രദേശമാണ്. ഈ വനപ്രദേശത്തൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈ കാട്ടിലൂടെ കാൽനടയായിട്ട്. തിക്ക് ഫോറസ്റ്റ് ആണ്, ഭയങ്കര തിക്ക് ഫോറസ്റ്റ് ആണ്. 2-3 പ്രത്യേകതകളുണ്ട്. വർഷത്തിൽ 12 മാസം ഇവിടെ മഴയുണ്ട്.
ഭയങ്കര തിക്ക് ഫോറസ്റ്റ് ആണ്, പകല് പോലും വെളിച്ചം കിടക്കാത്ത സ്ഥലം. ഇതിനകത്ത് നിറയെ പാമ്പുകൾ, തേളുകൾ, പിന്നെ അതുപോലത്തെ ഉരകങ്ങൾ. സിംഹവും കാട്ടുപോത്തൊന്നുമില്ല, വന്യമൃഗങ്ങളില്ല. പക്ഷേ പാമ്പ്, വിഷപ്പാമ്പുകൾ, തേളുകൾ, പിന്നെ എട്ടുകാലികൾ, വിവിധ തരത്തിൽപ്പെട്ട കടന്നലുകൾ, ഇങ്ങനത്തെ ധാരാളം സാധനങ്ങൾ ഇതിനകത്തുണ്ട്. കൂടാതെ കള്ളന്മാരുടെ കേന്ദ്രമാണ്, കൊള്ളയടിക്കപ്പെടും. ഇപ്പം ഞാൻ ഈ ഒരാളുടെ ട്രാവൽ ഡിസ്ക്രിപ്ഷൻ വായിക്കുണ്ടായി. 3 തവണയാണ് അയാൾ കൊള്ളയടിക്കപ്പെട്ടത് ഈ യാത്രക്കിടയിലൂടെ. 3 തവണ കൊള്ളയടിക്കപ്പെട്ട ആദ്യം അയാളുടെ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ അതുപോലത്തെ സാധനം പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. കയ്യിൽ കാശ് വല്ലതും ഉണ്ടായിരുന്നു, അത് കാശൊന്നും ഒരിക്കലും ഉണ്ടാവാറില്ല, അത് പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. രണ്ടാമത് വന്ന് കുറച്ച് തിന്നാനും കുടിക്കാനുണ്ടായിരുന്ന സാധനം പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. അവസാനം വന്നവരെ ഷൂവും ഡ്രസ്സും ഷഡ്ഡി മാത്രം ബാക്കി കൊടുത്ത് അത് പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. വലിയ തണുപ്പുള്ള ക്ലൈമറ്റിലൂടെ ഷഡ്ഡി മാത്രം ഇട്ട് അയാൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ കാട്ടിലൂടെ. ഈ 100 കിലോമീറ്ററാണ് ഈ കാട്ടിലെ ദൂരം. മുട്ടോളം ചെളിയാണ്, ത്രൂ ഔട്ട് മുട്ടോളം ചെളിയാണ്. ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് രാത്രി ഇരിക്കുന്നത്. ഏകദേശം 10 ദിവസം എടുക്കും ഈ റീജിയൻ കവർ ചെയ്യാൻ. ഈ 10 ദിവസത്തിനിടയിലൂടെ കാലിലെ തൊലിയെല്ലാം പോയി, പിന്നെ ഇതിനിടയിൽ ആളുകൾ മരിച്ചു വീഴും. ഇതിനകത്തൂടെ സഞ്ചരിക്കുന്നവർ ഒരു ശവമെങ്കിലും കാണാതെ ഒരാൾക്ക് പോലും ഈ ഫോറസ്റ്റ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് ക്രോസ് ചെയ്യുക, ഈ ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഇത് ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് ഈ യാത്രയിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള റീജിയൻ. ഇത് നടന്ന് തന്നെ ക്രോസ് ചെയ്യണം. മുട്ടൻ കാടാണ്. ഈ കാടിനകത്തുകൂടി കൊളംബിയ പനാമ ബോർഡർ ആളുകൾ ഇങ്ങനെ നടന്ന് ക്രോസ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനകത്ത് ക്രോസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനകത്ത് വഴിയൊന്നും രൂപപ്പെടുന്നില്ല. കാരണം ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, എപ്പോഴും മഴയാണ്, നിരന്തരമായിട്ട് കാട് വളർന്നുകൊണ്ടിരിക്കും, ചെളിയാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു ഡ്രൈ ആയിട്ടൊരു വഴി അവിടെ ഫോം ചെയ്യത്തില്ല. അപ്പോൾ ഇതിലൂടെ ചവിട്ടി കുഴച്ച് ഈ പറയുന്ന ദൂരം കവർ ചെയ്ത് കൊളംബിയയിലെത്തുന്നു. കൊളംബിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇവിടെയൊക്കെ ഈ ആകെ സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒന്നുകിൽ ബസ്സിൽ യാത്ര, അല്ലെങ്കിൽ ടാക്സിക്കകത്ത് കുത്തി നിറച്ചുള്ള യാത്ര, അല്ലെങ്കിൽ കുറെ നടക്കുക, ഓടുക. പലപ്പോഴും ഈ രാജ്യങ്ങളിലെല്ലാം പോലീസ് പിടിക്കും. അപ്പോൾ ഇവരുടെ യാത്രാരേഖകളൊന്നുമില്ല. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ കയ്യിലുള്ളതെല്ലാം പിടിച്ചു പറിച്ചു കൊണ്ടുപോകും, ആക്രമിക്കൊന്നുമില്ല. കയ്യിലുള്ളത് മുഴുവൻ പിടിച്ചു പറിക്കുക എന്നുള്ളതാണ് രീതി. ഈ രാജ്യങ്ങളിലൊന്നും വ്യക്തമായ നിയമങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വിസ ഇല്ലാത്ത ഒരാളെ കണ്ടതിന് ഒരു പിടിച്ച് ജയിലിടാനൊന്നും പോകുന്നില്ല. അയാളുടെ വലുതുകൊണ്ട് അത് പിടിച്ചു പറിക്കുക, അത് തന്നെ പരിപാടി. ഒരു വെള്ളം കിട്ടിയാൽ അതുപോലും പിടിച്ചു പറിക്കും. അപ്പം അത് കൂടാതെ ഈ കൊള്ള സംഘങ്ങളുണ്ട്. ഇപ്പം മുറികളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ദിവസങ്ങളോളം പാർപ്പിക്കും. പോലീസിന്റെ കണ്ണിൽപ്പെടാതെ രാത്രിയിലാണ് പലപ്പോഴും യാത്ര ചെയ്യുക. ബോർഡർ ക്രോസ് ചെയ്യാൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇല്ലാത്ത സമയത്താണ് ബോർഡർ ക്രോസ് ചെയ്യുന്നത്. അതിന് പലപ്പോഴും ഇങ്ങനെ താമസിക്കേണ്ടി വരും, ദിവസങ്ങളോളം താമസിക്കേണ്ടി വരും. അങ്ങനെ താമസിച്ച് ക്രോസ് ചെയ്ത് അവസാനം ഒരു മെക്സിക്കോയിൽ എത്തുന്നു. മെക്സിക്കോയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് റയോ ഗ്രാൻഡ് റിവർ എന്ന് പറയുന്ന ഒരു വലിയ പുഴ, അമേരിക്കയുടെ മൊത്തം ഏകദേശം ഒരു 4000 കിലോമീറ്ററോളമാണ് ഈ അമേരിക്ക മെക്സിക്കോ ബോർഡർ ഉള്ളത്. അതിൽ പിന്നെ കാലിഫോർണിയ, ന്യൂ മെക്സിക്കോ, ദെൻ അരിസോണ ആൻഡ് ടെക്സാസ്, ഈ 4 സ്റ്റേറ്റുകളാണ് ഈ ബോർഡറിൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്കാണ് കടന്നു പോകുന്നത്. ഇതിൽ പിന്നെ ന്യൂ മെക്സിക്കോയും ടെക്സസും കവർ ചെയ്തത് കൊണ്ട് റയോ ഗ്രാൻഡ് റിവർ ഉണ്ട്. അപ്പോൾ ഈ റിവർ ഒരു 50 മീറ്റർ 100 മീറ്റർ വരെ വീതിയുള്ളതും ചില സ്ഥലങ്ങളിലൊക്കെ നടന്നു കിടക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ അങ്ങനെ നടന്നു കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ നടന്നു കിടന്നിട്ടാണ് US അവിടെ ചെല്ലുമ്പം ഈ പറഞ്ഞ വേലി ഉണ്ടാവും. ആ വേലിയുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിട്ടൊക്കെയാണ് കിടക്കുന്നത്. ഇതിനൊക്കെ ഏജൻസ് ഉണ്ട്. ഇതിലേക്കൂടെ കിടന്നാലാണ് അപ്പുറത്തേക്ക് എത്താൻ പറ്റുക, ഏത് സമയത്താണ് അവിടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇല്ലാത്തത്, ഇതെല്ലാം നോക്കാൻ വേണ്ടി ഒരു പ്രത്യേക കുറുക്കന്മാരെന്ന് പറയുന്ന ഒരു തരം ഏജൻസാണ്. അവരുടെ പേര് കുറുക്കന്മാരെന്നാണ് അവരെ വിളിക്കുന്നത്. ആ ഏജൻസ് ഇവരെ കടത്തി US കടത്തി വിടുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ US കടത്തി വിടുന്ന സമയത്ത് കറക്റ്റ് പോലീസിന്റെ വായി ചെന്ന് ചാടിയ ആളുകളാണ് ഇപ്പം ഫ്ലൈറ്റിൽ കയറി ഇവിടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഭൂരിഭാഗം പേരും ഇവരുടെ ഒന്നും കയ്യിൽപ്പെടാതെ ഈ മെയിൻലാൻഡിലേക്ക് കയറി അങ്ങനെ രക്ഷപ്പെട്ടു പോകും. അപ്പോൾ ഇതിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഈ ഡ്രഗ് പെഡലിങ്ങും ഇങ്ങനെ പല ബിസിനസ്സുമായിട്ട് US ഭാഗത്തും ഇതിനൊക്കെ സഹായിക്കുന്ന ആളുകളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ അതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ തന്നെയാണ് പലപ്പോഴും ഇത്തരം ഇമിഗ്രൻസിനെ സഹായിക്കുന്ന ഏജൻസായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ഇതിനകത്തേക്ക് ഈ മെയിൻലാൻഡിലേക്ക് കൊണ്ടുപോവുകയും വൺസ് ദേ ആർ എൻറ്റേർഡ് ഇൻ ടു ദ ലാൻഡ് അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അതിനകത്ത് കഴിച്ചിടാൻ പറ്റും. പോലീസിന്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വന്നതുപോലെ തിരിച്ചും കൊണ്ടുപോരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇല്ലീഗൽ ഇമിഗ്രൻസ് US 1-2 അല്ല, 1,10,00,000 ഇല്ലീഗൽ ഇമിഗ്രൻസ് US ഉണ്ടെന്നാണ്. അതിൽ ഏകദേശം 7 ലക്ഷത്തിൽ ചില്ലുവാൻ ആളുകൾ ഇന്ത്യക്കാരാണ്. അപ്പോൾ അവിടെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിൽ 37% മെക്സിക്കോക്കാരാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് എൽ സാൽവഡോറിൽ നിന്നാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ഗ്വാട്ടിമാലക്കാർ പോലും വരത്തുള്ളൂ. അപ്പം അത്രയധികം ഇന്ത്യക്കാർ ഈ പറയുന്ന ഈ ട്രാക്കിലൂടെ, ഞാനീ പറഞ്ഞ പിന്നെ ഈ ദാരിയൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ട്രാക്കിലൂടെ കടന്നു പോകുന്ന ഏറ്റവും അധികം ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇന്ത്യക്കാരാണ്. ആ ഗ്യാപ്പിലൂടെ കടന്നു വരും. മെക്സിക്കോയിൽ എത്തുമ്പോഴാണ്, മെക്സിക്കോയിൽ നിന്നാണ് പിന്നെ എല്ലാവരും കൂടെ കടന്നു പോകുന്നത്. അപ്പം മെക്സിക്കൻസ് ആണ് ഏറ്റവും കൂടുതൽ. പക്ഷെ അവർക്ക് അവരുടെ രാജ്യത്ത് നിന്ന് കടന്നാൽ മതി, നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോകണമല്ലോ.
അപ്പോൾ കൊളംബിയയിൽ ചെന്നിട്ട് ഈ ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഗ്യാപ്പ് കടന്നിട്ട് പോകുന്ന ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിൽ ഏറ്റവും നമ്പർ അധികമുള്ളത് ഇന്ത്യക്കാരാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രത്തോളം ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട്. ഇവർ സാധാരണ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലികൾ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന പരിപാടി, നമ്മൾ ദുബായി പോയിട്ട് ചെയ്യുന്ന പരിപാടി, പിന്നെ കൃഷി മേഖലയിൽ അഗ്രികൾച്ചറൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നു, ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നു, ആളുകളെ നോക്കുന്ന ജോലി, മാനുഫാക്ചറിങ് എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാക്കുന്ന സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്നു, അതുപോലെ കുക്കിംഗ് ഫുഡ് പ്രിപ്പറേഷൻ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. അപ്പോൾ ഈ മേഖലയിലൊക്കെ ഇവർക്ക് ജോലി കിട്ടും. അപ്പോൾ ഇപ്പോഴും എൻ്റെ ഒരു സുഹൃത്ത്, അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് വിളിച്ച് പറയുകയുണ്ടായി, ഈ മെക്സിക്കോക്കാരെയൊക്കെ ഇവിടുന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഈ ബംഗാളികൾ ചെയ്യുന്ന ജോലി അവിടെ ചെയ്യുന്നത് മെക്സിക്കോക്കാരും ഇതുപോലെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെയാണ്. അപ്പം അവിടുത്തെ ആളുകളെ കൊണ്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കിട്ടുന്ന മുഴുവൻ ശമ്പളം കൊടുത്താലും ആ ജോലി ചെയ്യിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർക്ക് ഒരു റീസണബിൾ സാലറി കൊടുത്താൽ ഇവർക്ക് ഇവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ സാധിക്കും. ഏകദേശം 3 മുതൽ 4 ലക്ഷം രൂപ വരെ ഒരാൾക്ക് ബാക്കി പിടിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഹരിയാനയിലൊക്കെ 80% ബോയ്സും US പോകാൻ നിൽക്കണം. അവരെങ്ങനെയെങ്കിലും പോകും. അപ്പോൾ ഈ തിരിച്ച് കൊണ്ടുവന്ന ആളുകളുടെ കൂടെ ഇപ്പം ഫ്ലൈറ്റിൽ കൊണ്ട് ചാടിച്ചല്ലോ, അവരോട് തന്നെ ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ ഇനി അവസരം കിട്ടിയാൽ പോകുന്നവർ പറഞ്ഞു, ഈ പറഞ്ഞ ട്രാക്കിൽ കൂടെ തന്നെ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ പോകാനുള്ള താല്പര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാം. ഈ ഹരിയാനയിൽ ഒരു വലിയ ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൻ്റെ പേര് തിരാത്ത് ദാദാ ടെമ്പിൾ എന്നാണ്. ആ ടെമ്പിൾ ഈ കുടിയേറ്റത്തിൻ്റെ ടെമ്പിളാണ്. അവിടെ 21 രൂപ നേർച്ചയിട്ടിട്ടാണ് സാധാരണ ഈ കുടിയേറ്റം ആരംഭിക്കുന്നത്. അവിടെ 21 രൂപ നേർച്ചയിട്ട് അമേരിക്ക കടന്നു കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ലാഭത്തിൽ നിന്ന് 1 ലക്ഷം രൂപ ഈ ടെമ്പിളിന് കൊടുത്തേക്കാന്നാണ് നേർച്ച. അങ്ങനെ പൈസ വന്ന് മൂടിയിട്ട് ആ ടെമ്പിൾ ഇപ്പോൾ താജ്മഹൽ പറയാൻ നിൽക്കുകയാണ്. അതുപോലെ ഷഹീദ് ബാബ നിഹാൽ സിംഗ് ഗുരുദ്വാര എന്ന് പറയുന്ന പഞ്ചാബിലൊരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിലെ നേർച്ച ഒരു കുഞ്ഞു വിമാനമാണ്. ഒരു ടോയ് വിമാനം അവിടെ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമേരിക്കയിൽ പോകുന്ന ആഗ്രഹം സാധിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഷാരൂഖ് ഖാൻ്റെ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ വിമാനം കൊണ്ടുപോയിട്ട് ഈ അമ്പലത്തിൽ നേർച്ചയിടുന്ന കാഴ്ചയുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഇങ്ങനെ ഈ മക്കൾ പോകുന്നത് കാത്ത് ഇവരുടെ യാത്രയും ഇങ്ങനെ ട്രേസ് ചെയ്തുകൊണ്ട് മാതാപിതാക്കളും ബന്ധുക്കളും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ മകൻ അമേരിക്കയിൽ എത്തിയെന്ന് പറഞ്ഞാൽ പിന്നെ പടക്കം പൊട്ടിച്ച് ഇവർ ആഘോഷിക്കും. അപ്പോൾ അത് ഇത് പടക്കം പൊട്ടിച്ച് ആഘോഷം നടത്തി കൊടുക്കാനുള്ള ഏജൻസികളുണ്ട്. അവരതിന് ചാർജ് ചെയ്യുന്നത് 25,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ്. അതുകൊണ്ട് ഹരിയാനയിലും പഞ്ചാബിലൊന്നും ചെവി തുറന്ന് മനസ്സിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് എപ്പോഴും പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവർ അമേരിക്കയിൽ എത്തിയ ആ ഒരു ഹരത്തിന്. അപ്പോൾ ട്രംപ് ഇപ്പോൾ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ ഹരിയാനയിലുള്ള യൂത്തിനെയും ഈ ഗുജറാത്തിലുള്ള യൂത്തിനെയും പഞ്ചാബിലുള്ള യൂത്തിനെയും വാൺ ചെയ്യാൻ വേണ്ടിയാണ് അയാൾ ഈ വിമാനത്തിൽ ആളുകളെ ഈ ഷോ കാണിച്ചു കൊണ്ടുവന്നത്. ഈ പണിയും കൊണ്ട് നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത് എന്ന് വാൺ ചെയ്യാൻ വേണ്ടിയാണ് അയാൾ ഇമാതിരിയുള്ള ഷോ കാണിച്ചത്. ഇതിനു മുമ്പും ധാരാളം തവണ ആളുകൾ ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഈ ഷോ കാണിച്ചിട്ടില്ല. ഇനി ഈ ഷോ അധികം തുടരത്തില്ല. മിക്കവാറും ഇനി സംഭവിക്കാൻ പോകുന്ന അവിടെ നിന്ന് ഡിപ്പോർട്ട് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള കോസ്റ്ററിക്ക എന്ന് പറയുന്ന രാജ്യം പറയുന്നത് ഇങ്ങോട്ട് വിട്ടാൽ മതി, ഞങ്ങൾ ഇവിടുന്ന് ഇന്ത്യയിലോട്ട് കയറ്റി വിട്ടോളാം. അപ്പം മിക്കവാറും ഇനി സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ പിടിക്കുന്ന ആളുകളെ കോസ്റ്ററിക്കയെ കൊണ്ടുപോയിട്ട് തട്ടും. കോസ്റ്റാറിക്കയിൽ നിന്ന് ഒന്നുകിൽ ഇന്ത്യ ഗവൺമെൻറ് ഫ്ലൈറ്റ് അയച്ച് അവരെ ഇങ്ങോട്ട് കൊണ്ടുപോരും, അല്ലെങ്കിൽ കോസ്റ്റാറിക്കയിൽ നിന്ന് ആളുകളെ വിമാനത്തിൽ ഇന്ത്യയിലേക്ക് കടത്തി കൊടുക്കും. അതേ ഇനി സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഇതിപ്പം ആളുകൾക്കൊരു വാണിംഗ് എന്നുള്ള നിലയ്ക്ക് കുറച്ച് ഫ്ലൈറ്റുകൾ ഈ രീതിയിലൂടെ വരും. അത് ട്രംപിൻ്റെ ആവശ്യമാണ്. അയാളുടെ രാജ്യത്തേക്ക് ആളുകൾ പോയിട്ട് ശല്യം ഉണ്ടാക്കാതിരിക്കാൻ അയാൾ കാണിച്ചതാണ്. അതിനിവിടെ പത്രക്കാരോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ കടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അവരുടെ രാജ്യം എന്ത് ചെയ്യണമെന്ന് അവരാ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കരയുന്നവരുടെ മുഖ്യമായ ഉദ്ദേശം ട്രംപ് അവരെ അയച്ചു എന്നുള്ളതല്ല. ട്രംപിനോടല്ല അവർക്ക് ദേഷ്യം മോഡിയോടാണ്. മോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മോഡിയുടെ രാജ്യത്തെ കാര്യമല്ല, ഇത് അമേരിക്കയിലെ കാര്യമാണ്. അമേരിക്കയിൽ പോയിട്ട് അവരുടെ രാജ്യത്തിൻ്റെ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് അവരാ തീരുമാനിക്കുന്നത്. അപ്പോൾ അവരിങ്ങോട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ മോഡി പറഞ്ഞാൽ കേൾക്കുന്ന ലെവലിൽ നിന്നാണ് ട്രംപ് നമുക്കറിയാം. നമ്മൾ വെറുതെ ഒച്ചോണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ആര് ഭരണത്തിലിരുന്നാലും ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് ഇരുന്നാലും ഇതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് ട്രംപിന് വേണ്ടത് ട്രംപ് ചെയ്യും. അമേരിക്ക എവിടെ കിടക്കുന്നു, നമ്മുടെ രാജ്യം എവിടെ കിടക്കുന്നു. നമ്മൾ വെറുതെ ഒച്ചോണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അവർ വളരെ ഉയരത്തിലാണ്. അപ്പോൾ നമ്മൾ ആ ഉയരങ്ങളിലേക്ക് എത്തിയില്ല എന്നൊക്കെ പറഞ്ഞു വേണം നമുക്ക് പ്രധാനമന്ത്രി ചീത്ത വിളിക്കാം. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഒരു മാസം ഒരു 5 ലക്ഷം രൂപ വീതം ഉള്ള ജോലി ഈ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാർക്കും കിട്ടുന്നില്ല. അതിൻ്റെ പേര് നമുക്ക് പ്രധാനമന്ത്രി ചീത്ത വിളിക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ ബോധപൂർവ്വം ചീത്ത വിളിക്കാനാണെങ്കിൽ ഇവിടുത്തെ മനുഷ്യക്കടത്ത് നിരോധിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് ചീത്ത വിളിക്കാം. അല്ലെങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഒരു സാധാരണ ജോലിയും കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നമുക്ക് ചീത്ത വിളിക്കാം. ഇതൊന്നുമല്ല പ്രശ്നം. എല്ലാവർക്കും പറയാനുള്ളത് ഈ കാലിൽ ചങ്ങലയിട്ട് കൊണ്ടുവന്നു അല്ലെങ്കിൽ കയ്യിൽ വിലങ്ങിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. വെറും ഷോയാണ്. അപ്പം ഒരു സുഹൃത്ത് പറഞ്ഞത് ഏതോ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തേക്ക് ഇതുപോലെ ഇല്ലീഗൽ ഇമിഗ്രൻസ് തിരിച്ചു കൊണ്ടുപോയപ്പോൾ വിമാനം അവർ ലാൻഡ് ചെയ്യാൻ സമ്മതിച്ചില്ല. മോഡിക്ക് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ മോഡി ഇവിടെ ലാൻഡ് ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല, തിരിച്ചു വിട്ടേനെ. മോഡി ഇവിടെ ഇറങ്ങാതെ ആ വിമാനം തിരിച്ചു വിട്ടിരുന്നെങ്കിൽ അതിനകത്തുള്ള നമ്മളുടെ പൗരന്മാരാണ്, നമ്മളുടെ മക്കളാണ്. തിരിച്ച് അമേരിക്ക ചെല്ലുമ്പോൾ അവരെ എന്തോ ചെയ്യും? അവരെ എടുത്ത് മോഡി ഒരു ഏറ് കൊടുക്കും. ഗുവാണ്ടനാമ എന്ന് പറഞ്ഞൊരു ജയിലുണ്ട്, കേട്ടിട്ടുണ്ടോ? അകത്ത് കയറിയാൽ പിന്നെ വെളിച്ചം കാണത്തില്ല, അവിടെ കൊണ്ട് ചവിട്ടി തള്ളിക്കളയും. അപ്പം നമ്മുടെ നാട്ടിൽ വരുന്ന ആളുകളെ നമ്മൾ സ്വീകരിക്കാനുള്ള ബുദ്ധി അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ് ഒരു കുറ്റമായിട്ട് പറയുന്നത്. ആ വിമാനം തിരിച്ചയക്കണമായിരുന്നു.
അപ്പോൾ ഇതുപോലത്തെ വിവരക്കെട്ടൊക്കെ വിളിച്ചു പറയുക. ഇന്നൊരു പത്രത്തിന് തലക്കെട്ട് കണ്ടത് തലക്കെട്ട് സിഖുകാരൻ്റെ തലക്കെട്ട് അഴിച്ച് അപമാനിച്ചു എന്നാണ് ഇന്നൊരു പത്രം തലക്കെട്ടിട്ടിരിക്കുന്നത്. നമ്മളുടെ ഈ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ലോക്കപ്പിൽ താമസിക്കുന്നവന് പിന്നെ ഈ സാധനം കെട്ടിക്കൊണ്ട് ലോക്കപ്പിൽ കിടത്തു, ലുങ്കി കൊടുത്ത് ലോക്കപ്പിൽ കിടത്തു, ലോക്കപ്പിൽ അണ്ടർവെയർ ഇട്ടേ കിടക്കാൻ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ അത് തൂങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ പോലീസുകാർ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ പോലും ഈ നിയമമുണ്ട്. എന്നിട്ടാണ് അവിടെ തലക്കെട്ട് അഴിച്ച് അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പത്രത്തിൽ തലക്കെട്ട് കൊടുക്കുന്നത്. മനുഷ്യരുടെ വിവരക്കേടിന് പിന്നെ പരിമിതികളില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതാണ് ഇവർ പോകുന്ന ട്രാക്ക് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ രാജ്യത്ത് നിന്ന് വളരെ താല്പര്യപൂർവ്വം ഈഗർനെസ്സോടെ പോയവരാണ് ഇവരൊക്കെ. ഈ തിരിച്ചു വന്നവരെ ഇനിയും 45 ലക്ഷം ഉണ്ടാക്കാൻ പറ്റിയ ഇതേ ട്രാക്കിലൂടെ ഇവർ ഇനിയും ശ്രമിച്ചു. അതാണ് വാസ്തവം.